Good morning. Welcome back to another new episode of Newtech Media Solution. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലേസർ കട്ടിങ്ങിനെ കുറിച്ചാണ്. ലേസർ കട്ടിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ലേസർ കട്ടിങ് മെത്തേഡുകളുണ്ട്. ഒന്ന് ലേസറെ കട്ട് ചെയ്യുന്നതും രണ്ട് വുഡ് കട്ട് ചെയ്യുന്നതും. രണ്ട് രീതിയിലുണ്ട്. ഇപ്പോഴത്തെ അതിനൂതനമായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീടുകളിൽ ലേസർ കട്ടിങ് ഉപയോഗിക്കുന്നത് വീടിൻ്റെ അകത്തുള്ള സെപ്പറേഷൻ, സ്റ്റെയർ കേസ്, പിന്നെ കണ്ടംപററി സ്റ്റൈൽ വരുന്ന വീടിൻ്റെ പുറംവശത്തെ ഗ്ലാസ് ഇടുന്നതിന് പകരമുള്ള സ്ഥലം, പരഗോള എന്ന് വേണമെങ്കിൽ പറയാം അത്, പിന്നെ വീടിൻ്റെ പുറത്തുള്ള ഗ്രില്ലുകൾ, പിന്നീട് വരുന്ന അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ലേസർ കട്ടിങ് ഉപയോഗിക്കുന്നുണ്ട്. ലേസർ എന്ന് പറഞ്ഞാൽ CNC എന്നാണ് പറയുന്നത്. അതിന് കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമറിക്കൽ കൺട്രോൾ എന്നാണ് പറയുന്നത്. ഫുൾ ഫോം അതാണ്. അതായത് കമ്പ്യൂട്ടറിൽ ഒരു ഇൻപുട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താണോ വെട്ടേണ്ടതായിട്ടുള്ളത് അതൊരു ഇൻപുട്ട് കൊടുത്തതിന് ശേഷം ആ ഇൻപുട്ട് നമ്മൾ മെഷീൻ ത്രൂ ലേസർ എന്ന മീഡിയം വഴി നമ്മൾ മെറ്റലിലാണിത് കട്ട് ചെയ്യുന്ന രീതി. ഇപ്പം നമുക്ക് അടുത്തൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, ഇത് ഏതൊക്കെ മെറ്റീരിയലാണ് വെട്ടാൻ പറ്റുമെന്നുള്ളത്. ഇത് നമുക്ക് ജപ്പാൻ ഷീറ്റ് വെട്ടാം, MS വെട്ടാം, കോപ്പർ വെട്ടാം, ബ്രാസ് വെട്ടാം. ഇപ്പം ജപ്പാൻ ഷീറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ തുരുമ്പടിക്കാത്ത ഒരു ഇരുമ്പാണ് ജപ്പാൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ. അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ 1.6 mm തിക്നെസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1.6 ഉണ്ട്, 2 mm ഉണ്ട്, 3 mm ഉണ്ട്, 4 mm ഉണ്ട്, 6 mm ഉണ്ട്, 8 mm ഉണ്ട്, 10 mm ഉണ്ട്, 12 mm ഉണ്ട്, 15 mm ഉണ്ട്. ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വെട്ടുകയാണ് പതിവ്. സാധാരണ സ്റ്റെയർ കേസുകൾക്കൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ 3 mm 2 mm ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ആ സമയത്ത് ഗ്രില്ല് അങ്ങനെയുള്ള ഗേറ്റിൻ്റെ ഡിസൈനൊക്കെ കൊടുക്കുന്നത് 1.6 ആണെങ്കിലും മതി. അതിൻ്റെ സ്ട്രെങ്തനെ ആശ്രയിച്ചിരിക്കും നമ്മൾ എത്ര mm വരെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ വുഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വുഡ് കട്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് ACP നമുക്ക് കട്ട് ചെയ്യാം, അക്രലിക് കട്ട് ചെയ്യാം, MDF കട്ട് ചെയ്യാം, പ്ലൈവുഡ് കട്ട് ചെയ്യാം. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വീടുകളിൽ ലേസർ കട്ടിങ്ങിൻ്റെ ആവശ്യകത അഭിവാജ്യമായൊരു ഘടകം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം. ലേസർ കട്ടിങ് എന്താണെന്ന് നിങ്ങളിലേക്ക് അറിയിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നതിനുള്ള കാരണം അതാണ്. പല ആൾക്കാരും നമ്മളോട് ലേസർ കട്ടിങ്ങിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. നമുക്ക് പലതരത്തിലുള്ള വർക്കുകൾ ലേസർ കട്ടിങ്ങിൻ്റെ വർക്ക് കിടപ്പുണ്ട്. റീസെൻ്റ്ലി നമുക്കൊരു ലേസർ കട്ടിങ്ങിൻ്റെ ഒരു വലിയ വർക്ക് തുടങ്ങാൻ പോവുകയാണ്. നാളെ തന്നെ തുടങ്ങുന്ന രീതിയാണ്. സ്ട്രക്ചർ ഉണ്ടാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് വർക്ക്. സ്റ്റെയർ കേസ് ഉണ്ട്, ഗ്രില്ലുണ്ട്, ഗേറ്റ് ലേസർ കട്ട് ചെയ്യുന്നുണ്ട്. ഗേറ്റ് രണ്ട് തരത്തിലുണ്ട്, സ്ലൈഡിങ്ങും ഉണ്ട്, സ്വിങ്ങും ഉണ്ട്. ഓൾറെഡി ഞാൻ മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം നമുക്ക് ലേസർ കട്ടിങ് അതിമനോഹരമായി നിങ്ങളുടെ വീടിനെ മാറ്റി എടുക്കും. അതാണ് എൻ്റെ ഗുണം. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക, ആൾക്കാരിലേക്ക് എത്തിക്കുക. വീടുകളിൽ പുതിയത് പണിയുന്ന ആൾക്കാരിലേക്ക്. ഇത് വലിയൊരു എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. സാധാരണ ഒരു പ്രൈസൊക്കെ ഇതിന് വരുന്നുള്ളൂ. പിന്നെ അത് പ്രത്യേകം ആലോചിക്കുക. പിന്നെ ലേസർ കട്ടിങ്ങിനെ കുറിച്ച് നമുക്ക് ഉപയോഗിക്കേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ലേസർ കട്ടിങ് എന്ന് പറഞ്ഞാൽ മീഡിയ പണ്ടത്തെ കാലത്ത് വലിയ മിഷനറിയൊക്കെ കട്ട് ചെയ്യാനും അതിനുള്ള മോൾഡ് ഉണ്ടാക്കിയെടുക്കാനും ഉപയോഗിച്ചു. ഇപ്പോൾ അത് വീടുകളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ഇതിൻ്റെ ബാക്കി പോർഷനിൽ ലേസർ കട്ടിങ് മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിലും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ കട്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കാൻ പാടില്ല, ഓർക്കുക. താങ്ക് യു.